അങ്ങനെ വീണ്ടും പുതിയ പണിയിലേക്ക്. മൊത്തം ഒരു 10-400 പീസ് ഉണ്ടാവില്ലേ സുമേഷ? ടോയിൽ നിന്നും ചക്കകൾ ഇറക്കി അതകത്തേക്ക് കയറ്റാനുള്ള ക്ഷമ പോലും ഇല്ല. കണ്ട പിന്നെ മുഖം കണ്ടില്ലേ, ശിവേര മുഖം. തലപ്പൊക്കിയാറ എല്ലാവരും കൂടി ഇല്ലാണ്ട് ചേട്ടനനിയന്മാര് ഒരു കോമ്പൗണ്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അടച്ചു കെട്ടിയില്ലോ. ഇതിപ്പോ ഇങ്ങനെ അടയ്ക്കാം. ചക്രത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ അങ്ങനെ ഒരു വേലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുരോഗമന പ്രവർത്തനമായിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. നമ്മുടെ വീടിൻ്റെ ഇതടിക്കാനായിട്ടേ ഇതേ ഈ സാധനം കൊണ്ടിട്ടുണ്ട് കേട്ടാ. വേലി കെട്ടാനുള്ള ഇതാണ് കേട്ടോ, മെറ്റലാണ്. അങ്ങനെ വീണ്ടും പുതിയ പണിയിലേക്ക്. കണ്ട ഈ വീതിയിലെ സാധനമാണ് ഇറക്കണത്. കണ്ട 3 ഇഞ്ചല്ലേ വീതിൻ്റെ, 2.5 ഇഞ്ച് വീതി, 4 ഇഞ്ച് കനല്ലേ? 4 ഇഞ്ചിനേക്കാളും കൂടുതൽ കനം ഈ സാധനമാണ് ഇറക്കണത്. ഇത് എല്ലാ സ്ഥലത്തും കിട്ടണില്ല ഈ സാധനം അല്ലേ, എല്ലായിടത്തും ഇല്ല. ഇന്നാളൊരു ചേച്ചി കൊല്ലത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലത്തെ സുമേഷിനോട് പണിത് കൊടുക്കാൻ പറഞ്ഞിട്ടേ. നമ്മുടെ വേലി പണിത് കൊടുക്കണമല്ലോ. പക്ഷേ ഇവിടുന്ന് പോയി പണിയാന്ന് പറഞ്ഞാൽ മുതലാണ് കാര്യമില്ല. പിന്നെ അവിടെ ഈ മെറ്റൽ കിട്ടുമെന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമല്ലേ ഇത്. ഇറക്കട്ടെ, ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ വേലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ സാധനം ഇറക്കി സുമേഷും കൂട്ടരും പണി ചെയ്യാൻ വന്നിരിക്കുന്നു. ഈ സാധനത്തിനെ ഇങ്ങനത്തെ പീസുകളാക്കിയിട്ട് കണ്ട നിറയെ പീസുകളാണ്. മൊത്തം ഒരു 10-400 പീസ് ഉണ്ടാവില്ലേ സുമേഷ? 360 പീസ് ഉണ്ടാവും. ഈ സാധനം കണ്ടതേ പറഞ്ഞേ, ഇതിങ്ങനെ എവിടെ പിടിക്കാന്ന് അറിയാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊള്ളും. ഇതിങ്ങനെ കണ്ട ഇങ്ങനത്തെ പീസുകളാക്കണം. ഇതിങ്ങനെ അറിയാലോ, ഇങ്ങനെ വെച്ച് അങ്ങോട്ട് പോവും. അയ്യോ പിന്നെ ഇതിൻ്റെ തുമ്പ് നോക്കിയാൽ ഇതിങ്ങനെയായിട്ട് അളവെടുത്തിട്ട് ഇങ്ങനെ മുറിക്കും. എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇതേ അവർ ചെയ്യുന്നില്ല, ഇതിങ്ങനത്തെ തകിട് വെച്ചിട്ട് കണ്ട ഇങ്ങനെ ഇത് അടയ്ക്കും, ഓട്ടടയ്ക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. അങ്ങനെ ഓട്ടടച്ചിട്ട് വേണ്ട ഓട്ടടച്ചിട്ട് ഇതാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം മിനുസാകണം, ഗ്രൈൻഡ് ചെയ്ത് കളയും. കണ്ട ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി. കണ്ട നമ്മുടെ കൈയൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകും. കണ്ട പെയിൻ്റ് അടിച്ച് ഇതാക്കും. തന്നെ പണി ഇതുപോലത്തെ 380ഓളം ക്ലിപ്പുകളല്ല 380ഓളം പീസുകൾ ഉണ്ടാക്കലാണ് ഇവരെ പണി. ഇത് രാമരതോട് പോലെ ഇരിക്കുന്ന സാധനം. നമ്മുടെ ഇതുമേ ഇത് നമ്മുടെ മുള്ളാത്ത നമ്മുടെ വീണതാ. പഴുത്തുന്നത് അത് ഇനിയുണ്ട്. ഇനി അവർ നമുക്ക് അത് മുഴുവൻ കഷ്ണങ്ങളാക്കിയിട്ട് അവന് വലിയ നീളത്തിലുള്ള വേലികളാക്കി മാറ്റും. എന്നിട്ടാണ് തുടങ്ങാം പണിയിട്ട് അവർ കേട്ടാ. നമ്മുടെ ഫസ്റ്റ് വേലി വയ്ക്കുന്നു കേട്ടോ. നമ്മുടെ ആരും പോക്കേ ചക്ക കൊണ്ട് നോക്കിയാൽ കുറേ അടുത്താണല്ലോ. കുറേ കോണുന്നുണ്ട്. ഇതാവാണ്ട മറ്റേ ഇത് ഞാൻ വലപ്പുഴം കൊണ്ടുന്നുണ്ട്. എന്തൊക്കെ കൊണ്ടത് അത് ഞങ്ങള് ആ വായനശാലയില് വായനശാലയില് ചെന്ന് കഴിഞ്ഞാൽ മണ്ണുണ്ടല്ലോ നിലത്ത് വീണതാണ്. കുലുക്കിയതാ, നിലത്ത് വീണതല്ല കേട്ടാ, കുലുക്കിയിട്ട് ഇതായില്ല ചെറിയ മരത്തിന്. ഉണ്ട് ജായ്മ തരില്ലേ? കുഴപ്പമില്ല. നമ്മുടെ വേലിയുണ്ടോ, നമ്മുടെ വേലിയുടെ പണി പറക്കെത്തിയിട്ടാ. കണ്ട വേലിയുടെ പണി ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. ഭംഗിയില്ലേ ജഗ്ഗോ?
ഓട്ടോയിൽ നിന്നും ചക്കകൾ ഇറക്കി. അതകത്തേക്ക് കയറ്റാനുള്ള ക്ഷമ പോലും ഇല്ല. ഞങ്ങള് വെട്ടി ഇവിടെ നിന്നിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ചക്ക നോക്കിയേ തന്നെ പെടുത്താണ്. ചക്ക ചോളം പുറക്കണ പുതിയ രീതി വേണമെങ്കിൽ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാ ആ സമയം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെയാവും. അടിപൊളിയല്ലേ? നോക്കിയേ എന്തുട്ട ചക്കന്നറിയോ? ഭയങ്കര മധുരം. കഴിച്ചു പോവാം. ഞാനെന്തിനാ അറിയോ, അധികം നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല. ഇത് മുഴുവൻ തിന്ന് കഴിക്കും. വർത്താനം പറഞ്ഞാ തിന്നാൻ പറ്റില്ല എന്നാ ആ സമയം വർത്താനം പറഞ്ഞിരിക്കില്ലേ? വീഡിയോയില് പറഞ്ഞോളൂ അരുൺ കോക്കു ചക്ക കൊണ്ടുവരാന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ നീ പ്രാന്തായിട്ട് ഞാൻ ഇന്ന് വീഡിയോ കണ്ട് അതില് പറഞ്ഞ ഇന്നത്തെ വീഡിയോയില് അതിൽ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല, ഞാൻ അത് കേട്ടില്ല കേട്ടാ. പിന്നെന്താ കൊണ്ടുവരാൻ കാരണം? കാശ് കൊടുത്ത് ചക്ക വേണിച്ചില്ലെന്ന് പറഞ്ഞപ്പോ അത്ര കേട്ടപ്പോഴന്നെ വീഡിയോ നിർത്തി. അത് ശരിയായി. അതെ, ഞാൻ കേട്ടടല്ലോ വെച്ചിട്ടായിരുന്നേ. ഫസ്റ്റ് കമന്റും ലൈക്കൻ്റെ ആയിരുന്നേ. ഞാനിത് തുറക്കലും നോട്ടിഫിക്കേഷൻ വരലും നോക്കുമ്പോ പിന്നെ ചക്കര ഇവന്റെ കമന്റ് ആദ്യം തന്നെ എന്റെ 2 കമന്റ് ജഗു ചക്കന്നാ അബ്ബാറ ചക്കീനട്ടാ ഭയങ്കര ടേസ്റ്റ്. നിർത്തിയാ 1000 പറ്റിക്കാൻ വേണ്ടിട്ട് ഇൻസുലിൻ ഭക്ഷണം കഴിക്കാണ്ട് പോവാ. ഞാൻ ഷുഗർ കുറയാണ്ട് സർജറി ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഫെൻസിങ് ഈ ഒരു പീസും കൂടിയാണ് ബാക്കിയുള്ളൂ ഈ ഭാഗത്ത് കേട്ടാ. കണ്ട ഈ ഒരു കഷ്ണം ഇവിടെ ഇങ്ങനെ അതിർത്തി കറക്റ്റ് നേരെയല്ല, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് പോണേ. അപ്പോൾ ഈ ഒരു പീസാണ് ഇനി ഇവിടെ അടയ്ക്കാനുള്ളത്. അത് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് ഫ്രണ്ട് ഗേറ്റും ഇവിടെയും കൂടി. ഇത് ഇവിടെ ഒരു പ്രോബ്ലം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഭൂമിയിലൊക്കെ എടുപ്പെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് ഹൈറ്റ് കൂടുതലല്ലേ, ഇവിടുത്തെ സ്റ്റെപ്പ് തിരി പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ ഒരു ഹൈറ്റും ഇവിടെ ഹൈറ്റ് കൂടുതൽ നിൽക്കും. അതേ ഹൈറ്റിലാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഇത്ര ഹൈറ്റിലാണ് പോവുക. അപ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടികളൊക്കെ ഇവിടെ ഈ ഉയരണ്ടല്ലോ മണ്ണ് കുട്ടികൾ ഇതിൽ കൂടെ സുഖമായിട്ട് ചാടി പോവും. നമ്മൾ ഈ ചെയ്തതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇവിടെ ഒരു ഇത്ര ഹൈറ്റേ വരുള്ളൂ ആ ഉയരത്തിന് വയ്ക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് ഇവിടെ ഇത്ര ഉയരാക്കേണ്ടി വരും. അപ്പം 2 സ്റ്റെപ്പായിട്ട് കാണിക്കും. നമ്മുടെ ഗേറ്റിന്റെ നമ്മുടെ ഈ ഒന്നിനെ പറയുന്നേ ഫെൻസ് വേലിയിലെ അവസാന പണിയിലാണ് നടക്കുന്നത് കേട്ടാ. ഇപ്പോൾ ഈ വഴിയിൽ അവിടെ വെക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഇപ്പോൾ ഒരു ഗേറ്റ്. നമ്മുടെ ഈ ഗേറ്റ് ഇപ്പം എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിപ്പോ 11 അടിയോളം നീളമുണ്ട് ഇങ്ങനെ മൊത്തം വീതി. അപ്പോൾ ഈ നടു മുറിച്ചിട്ട് ഇതിങ്ങനെ 2 ചക്രം വെച്ചിട്ട് ഇങ്ങനെ തുറക്കണ വിധത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കടപ്പിയാണ്, ഇത് തോന്നിയ പോലെ കയറി ഇറങ്ങാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചക്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഓടില്ല, ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ഇത് ചെയ്യാൻ പോണ ചക്രം വെക്കുന്നുണ്ട് താൽക്കാലികമായിട്ട്. ഇവിടെ ഒരു ചെറിയ ഗേറ്റ്, ബൈക്ക് കിടക്കുന്ന വീതിയിലുള്ള ഗേറ്റും ഇത് വലുതും ഒരു പീസായിട്ട് 2 പീസായിട്ട് വെക്കാൻ പോണത്. അതിനിപ്പോൾ 2 പീസ് തന്നെയാണ്, അല്ലെങ്കിലും ഒരേ വലിപ്പത്തിലുള്ള 2 എണ്ണം സെൻറ്ററിൽ വരെ ഇത് കുറ്റി വരുന്ന പോലെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി നമുക്ക് 2 കാർ എപ്പോഴെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ തുറക്കേണ്ടി വരുള്ളൂ, അല്ലാത്തപ്പോൾ നമുക്ക് നടക്കാനും അല്ലെങ്കിൽ സ്കൂട്ടറാണ് പോകേണ്ടി വരുള്ളൂ. അപ്പോൾ അത് കടക്കാൻ വേണ്ടി മാത്രം ഒരു ചെറുതും പിന്നെ ഒരു വലുതും അങ്ങനെയായിട്ടാണ് ഇപ്പോൾ ചെയ്യണത്.
അപ്പം അവരത് വെൽഡിയലെല്ലാം കഴിഞ്ഞു, ഇനി കട്ട് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് പെയിൻ്റ് അടിക്കാനായിട്ട് നമ്മുടെ പിള്ളേരുകൾ വന്നിട്ടുണ്ട്. മഹേഷും ശിവിനും വന്നുകൊണ്ട് അവർ പെയിൻ്റ് അടി അവിടെ തുടങ്ങിയിരിക്കുന്നു. അപ്പം മഹേഷ് വേറെ സ്ഥലത്ത് പണിയുണ്ട് അവർക്ക്. അവിടെ തന്നെ അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിൽ പെയിൻ്റ് അടിക്കാൻ വന്നുകൊണ്ട് ആദ്യം പ്രൈമർ അടിക്കണം. കണ്ട പിന്നെ മുഖം കണ്ടില്ലേ, ശിവേരെ മുഖം. മഹേഷ് അപ്പുറത്ത് തല പൊക്കിയാറാ. അതെ കണ്ട അപ്പം പെയിൻ്റ് അടിക്കണം. പാട്ട് പാടില്ലോട്ടാ, പോണതിന് മുമ്പ് ഒരു പാട്ട് പാടില്ലോ. അതന്നെ അന്ന് തന്നെ പാട്ടുണ്ടായില്ല അല്ലേ? പാടാം നമുക്ക് പാടാം. അപ്പോൾ ഇവരൊക്കെ പണികൾ ചെയ്താ. അങ്ങനെ ശിവിയും മഹേഷും പ്രൈമർ അടിച്ച് പോയി. ഇതുമ്പോൾ പ്രൈമർ ഒരു വെള്ള കളറിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടാ. കാണുമ്പോൾ പെയിൻ്റ് അടിച്ച പോലെ തോന്നിക്കും. കംപ്ലീറ്റ് പണി കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ പണി കഴിഞ്ഞു. സാധാരണ ഇതുമ്പോൾ പെയിൻറ്റിങ് ചെയ്യുക ഈ പണിക്കാർ തന്നെ ചെയ്യുക. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതങ്ങട് വെച്ച് തീർക്കാനായിട്ടുള്ള ധൃതികാരുണ്ട്. ഇവരിങ്ങനെ പെയിൻ്റ് അടിക്കാതിരിക്കുന്നതാണെന്ന് ചേട്ടൻ പറഞ്ഞു. പെയിൻ്റൊക്കെ ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം, നിങ്ങളിത് വേഗം വെൽഡ് ചെയ്ത് ഇവിടെ പിടിപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ വേഗം അതെന്താ വെച്ചിട്ടില്ലേ, സുമേഷിന് പണിക്കാരെ എല്ലാ സ്ഥലത്തും ഈ വേനൽക്കാലമായ കാരണം ഡ്രസ്സ് അടുക്കി കണ്ടമാനം വർക്കുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പണിക്കാരെ ഈ വക പണി അറിയുന്ന പിള്ളേരുകളെ എത്രയും പേരെ കൂടുതൽ കിട്ടുന്ന അത്രയും നല്ല ലെവലാണ് അവൻ നിൽക്കുന്നത്. 2-3 പേർക്ക് ആക്സിഡന്റ് പറ്റിയിട്ടൊക്കെ പണിക്കാർക്ക്. അതിൻ്റെ ഇടയിൽ ഈ പെയിൻ്റ് അടിക്കലും കൂടിയാകുമ്പോൾ ആ പണി ചിറ്റല്ലേ വേറെ സ്ഥലത്തെ വിളിച്ചിട്ട് തൊഴിലില്ല. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ചിട്ട് ആ സുമേഷിനെ വിളിച്ചിട്ട് അജു പറഞ്ഞിട്ട് സുമേഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കുറച്ച് പണികൾ കൊണ്ടുണ്ട്. അപ്പോൾ ആ സുമേഷിനെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇതാണ് കാരണം ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വേഗം തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയും പുറത്ത് നമ്മൾ പെയിന്റ് അടിപ്പിച്ചോളാന്ന് പറഞ്ഞു. ആ പണിക്കാരായിരുന്നു വെച്ചെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് അവർ പെയിന്റ് അടിച്ച് വിട്ടേനെ. മഹേഷും എന്ന് പറഞ്ഞു അങ്ങനെ പെയിന്റ് അടിച്ചത് നിൽക്കില്ല, ഇത് ആദ്യം പ്രൈമർ അടിക്കണം എന്നിട്ട് പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രൈമർ അടിച്ചിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. അവർ പോയി. ഇനി നാളെ നാളെ ഇന്നിപ്പോൾ ഞായറാഴ്ച അപ്പോൾ അവർ വരില്ല. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റ് അവിടെ വെച്ചിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നമുക്ക് നടക്കാം. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ സാരിധിക്ക് ചില തോന്നൽ അതായത് ഇതിന് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും. ഏത് കാര്യത്തിനും അമ്മയെ തല്ലിയ 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാണ്ട് ചേട്ടനനിയന്മാര് ഒരു കോമ്പൗണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ അടച്ചു കെട്ടിയില്ലോ ഇത് തോന്നാം. അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഏറ്റവും ബാക്കിലാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്താ പറയുക ഈ ചുറ്റുവട്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു കാര്യമില്ലേ. അപ്പോൾ ഒരു അടച്ചുറപ്പ് ഞാൻ താമസിക്കണ സമയത്ത് അതുപോലെയില്ല, അന്നില്ല, അന്നത്തെ പോലെ ഇപ്പൊ പേടിയാവാ. 2008 ഞങ്ങൾ ഇവിടെ താമസമായ സമയത്ത് നമുക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. വീടിന് ഫ്രണ്ടും ബാക്കും മാത്രം ഡോറുള്ളൂ, ജനലുകൾക്കൊന്നും കഥകില്ല, ഒന്നുമില്ല. പിന്നെ ജഗ്ഗുണ്ടായിട്ടില്ല. അപ്പൊ ചേട്ടൻ പുറത്തു പോയി ഞാൻ ഒറ്റയ്ക്കുള്ളോട്ടോ ഇവിടെ. ഈ പ്രദേശം മുഴുവൻ ഒരു കൊടുങ്കാട് പോലുള്ള സ്ഥലം. ഇവിടെ ഒക്കെ തുറന്നു കിടക്കുക, ഇവിടെ ഒന്നും മതിലില്ലായിരുന്നു. പക്ഷെ അന്ന് എന്താണോ പേടിയൊന്നും തോന്നിയില്ല. അപ്പം ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ടൊരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നായ്ക്കളത് ചാർലി ഉണ്ട്, പിന്നെ ഇമ്രാണ്ട്. ഇവർക്ക് 2 പേർക്കും ഇനി പുറത്തേക്ക് വിദേശ സഞ്ചാരം അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ കമ്പിപ്പടി കുരിച്ചെറിയൊക്കെ വരുന്ന സ്വഭാവം ഇതിനുള്ളതാണ്. പുറത്തേക്ക് പോകാൻ പറ്റില്ല, നല്ല സ്വഭാവം പഠിക്കും. പിന്നെ അതുപോലെ വേറെ നായ്ക്കളുമായുള്ള സംസർഗം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് അലിഞ്ഞു തിരിഞ്ഞ നായ്ക്കള് കുറച്ച് പേരുണ്ട്. നമ്മുടെ ചാർലി ചെറുതായിരുന്നപ്പോൾ നല്ല കളിയും ഇതായിരുന്നു. പിന്നെ ഇത്തിരി വലുതായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പുറമെ കുറച്ച് കാരണന്മാര് നായ്ക്കളുണ്ട്, അവരായിട്ട് കൂട്ടുകെട്ടായോടുകൂടി ആൾക്കും ഒരു തന്തോയും ബൈ. ആള്
ഭയങ്കര ഗൗരവം സീരിയസ് ആയി ഇത് കളിക്കാൻ നിൽക്കുമ്പോഴും. അല്ല അത് മാത്രല്ല പുറത്തുള്ള നായ്ക്കള് ചിലപ്പോ പേയ ഇളകിയതായി ഒന്നുമില്ല അവരുമായിട്ട് നമ്മള് ഇവിടെ ഇവറ്റങ്ങളെ കുത്തിവെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവറ്റങ്ങളെ കുത്തിവെക്കാത്ത സാധനങ്ങൾ ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുള്ളതല്ല. അതായി കാരണം ഇവറ്റങ്ങളെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് വലിയൊരു നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവർ നമ്മളെ അറിയിക്കും. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചെറിയൊരു മാൻമ്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇത് കണ്ട, ഇപ്പോൾ ഇതിങ്ങനെ വെച്ചു ഇവിടെ അടിയിൽ ചക്രം വയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഒരെണ്ണം ഇതൊരു 7 അടി നീളത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കണ്ട ചക്രം വയ്ക്കുകയാണെങ്കിലേ ആ ചക്രം പോകുന്ന ആ വഴിയിൽ ഒരു റെയിൽ വെക്കേണ്ടി വരും. അത് മണ്ണും പൊടിയൊന്നും ഇല്ലാണ്ട് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. എന്നാലും ആ ചക്രം കറക്റ്റായിട്ട് തിരിഞ്ഞ് ഡോറ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ഇതേ ഇങ്ങനെ ഒക്കെ എടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ അടയ്ക്കാം. ചക്രത്തിൻ്റെ ആവശ്യമില്ല. ലോഡ് നമ്മൾ അയ്യോ ഇത് നമ്മൾ വിട്ടാട്ടാ, അല്ലാണ്ട് കംപ്ലൈൻ്റ് അല്ലത്. ഇവിടെ ഒരു കുഴി വെച്ചിട്ടുണ്ട് അവർ കണ്ട, ഇരിക്കാണ്ട് ശരിക്കാണ്ട് വയ്ക്കുക. ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് എന്നിട്ടൊരു പ്രശ്നം തോന്നണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തുറന്ന് കിടന്ന് കുറേ നാളുകളായിട്ട് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ കാലത്ത് ചായ കുടിക്കാനായിട്ട് ആ ബെഞ്ചുമലാണ് എപ്പോഴും ഇരിക്കാറ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടനാണെങ്കിൽ അയ്യോ എന്തൊരു രസമപ്പോൾ നല്ല സെക്യൂരിറ്റി ഫീൽ ചെയ്യണു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതെന്തോ ഒരു അടച്ചു കെട്ടിയ എന്തോ ഒരു ജയിലിൽ പെട്ട അങ്ങനത്തെ പോലത്തെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്യാം. അത് ചിലപ്പോൾ എനിക്ക് അവിടെ അടച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയോടും തുടക്കം. ഇപ്പം അത് കണ്ട് അത് ഓക്കെ. അതുപോലെ ഇതും ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. സരിത പ്രതി കിടക്ക് ഇന്നുണ്ടായ സംഭവം കാണിച്ചു തരാം. എന്തേ കുരയ്ക്കണ് എന്നെ കണ്ടിട്ട് സുന്ദരൻ ജോവിനാണ്ടാ? ആ അടിപൊളി കുരയ്ക്കുവന്ന് നോട്ടെ ചേട്ടാ. അവിടെ നിൽക്കിട്ടാ തുറക്കാൻ നോക്കിയൊക്കെ വരിക അപ്പുറത്ത് കിടക്കാൻ. കുരയ്ക്കില്ലല്ലോ. ജഗ്ഗുവിന്റെ കൂട്ടുകാരൻ ജോവിൻ വന്നിരിക്കുകയാണ്. സ്കൂൾ കൂട്ടിയില്ലോ അപ്പൊ കളിക്കാൻ. ചാർലി കടക്കാൻ വേണ്ടിട്ടേ അവനറിയും. ചാർലി എന്തിനാ ഞാൻ അങ്ങോട്ട് ഇറക്കണം? അല്ല നീ അവിടെ നിന്നാ മതി. നീ അവിടെ പോയി നിൽക്ക്. ഞാൻ സ്കൂട്ടർ കൊണ്ട് അവിടെ നിന്ന് വരും. കാണിച്ചു തരാട്ടാ ഇന്നുണ്ടായ സംഭവമാണ് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് പോലുള്ള ടീമുകൾ വന്നു. ആദ്യം നമ്മുടെ റേത്തിൻ്റെ അവിടെ വരെ വരും, ആമസോണൊക്കെ ആയിട്ട് ആരേലും. അപ്പോൾ ഇവർ വന്നു, ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഫോൺ അടിക്കുന്നു. മാഡം ഒരു സാധനം ഉണ്ട്, OTP ഉണ്ടോ? അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നായ്ക്കളുണ്ടാവും കേട്ടാ. ഇവിടെ നമ്മുടെ ചാമ്പ്രിയും കാർലി അങ്ങനെ പറയാന്ന ചാർലിയും ഇമ്രാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെ സരിതിക്ക് ഇത് കൊടുക്കാൻ പറ്റും കേട്ടാ. എത്ര സുഖ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അല്ല ഒരു വലിയ ഗുണമാണെന്ന് തോന്നുന്നത്. അല്ല മുന്നേ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോളിംഗ് ബെല്ലടിക്കും. ഇപ്പൊ എന്തൊരു ചെയ്യാ? ഇനിയിപ്പോ ഇവിടെ ബെല്ല് വെക്കേണ്ടി വരും. ബെല്ല് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ മണി വെക്കാം. വലിയ മണി വെച്ചിട്ട് അവിടെ കിളിക്കാം. മണി വെച്ചിട്ട് അവിടെ കിളിക്ക്. അല്ല ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിളിക്കും. അത് വേണ്ട. ഇതിപ്പോ ഞാനായ കാരണം ഇവർ കുറയ്ക്കുന്നില്ല. ചാർലിയും ഇതും വേറെ അവര് കടക്കാൻ പറ്റ 2 പേര് വന്നപ്പോഴേക്കും പിന്നെ കുറച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഗുണം കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് ചെലവ് എന്ന് പറയാനായിട്ട് ഇതിന് 10 മെറ്റീരിയലിന് 50,000 വരെ മെറ്റീരിയൽ എടുത്തു. 50,000 രൂപ കറക്റ്റ്. ചേട്ടൻ അയച്ചു കൊടുത്തത് 48,000 കിടാണല്ലോ ഗൂഗിൾ പേ ചെയ്ത് കടയിൽ. 47,000 ചില്ലറ 48,000 അടുത്താണ്. ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടാ. പിന്നെ ഇതിന് പെയിന്റ് വാങ്ങിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു കറക്റ്റ് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ്. അവസാനത്തെ പീസ് കാണിച്ചു തരാട്ടെ. ഇത് ഇത്രയ്ക്കാണ് ഉണ്ടായത് കണ്ട. ഇതാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ ചെറിയ പീസുകളുണ്ട ഇതൊക്കെ ജോയിൻ ചെയ്ത് അവരെ ഒപ്പിച്ചു. ഇനി വേറെ വാങ്ങിക്കാൻ പറ്റിയില്ല. ഇതാണ് കുറച്ച് മാത്രം ബാക്കിയായിട്ട് വാങ്ങിക്കാൻ നിൽക്കണ്ട. എവിടെ ജോയിന്റ് ഉള്ളതൊന്നും അറിയ പോലും ഇല്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അവർ നാളെ വന്നിട്ട് പെയിന്റിങ് ഇപ്പൊ പ്രൈമറെല്ലാം അടിച്ചിട്ടുള്ളൂ. ശരിക്ക് വെള്ള പെയിന്റ് അടിക്കും. ഈ തറയില്ലേ, ഈ തറ ഡാർക്ക് ഗ്രേ അടിക്കും. ഇത് ഇവിടെ നോട്ടിട്ട് അവിടെ നോട്ടിട്ട്
ഫുള്ളായിട്ട് അടിക്കണം കണ്ട, ഇത് മുഴുവൻ അടിക്കണം. പിന്നെ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു തട്ടാണ്. ഈ ഹൈറ്റ് കണ്ട, ഈ ഹൈറ്റ് വരെയാണ്. ബാക്കി അവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഹൈറ്റിലും ഇവിടെ മാത്രം പൊന്തിയില് ശരിയാവില്ല, ഈ ഹൈറ്റിൽ പോയി ശരിയാവില്ല. അപ്പോൾ ഇത് ഇത്രയ്ക്ക് വീരലുണ്ടാവുള്ളൂ, ഇത്രയ്ക്ക് വീരുണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിയാവില്ലല്ലോ. അതേ ഇപ്പോൾ ചാൻസ് കിട്ടി ചാടാൻ നിൽക്കാം ഒരു അല്ല ഇമ്രാന് കുഴപ്പമില്ല. ഇമ്രാൻ അവിടെ ഇപ്പൊ ശീലിച്ചു. പേളീരേണ്ട് കടി കിട്ടിയോടുകൂടി ഇമ്രാൻ പിന്നെ അങ്ങോട്ട് പോവാറില്ല. ഇവിടെ തന്നെ ആളെ പൂട്ടിയിടാറില്ല. ഇപ്പൊ കുറെ നാളായിട്ട് പൂട്ടിയിടാൻ പറ്റില്ല, കഴുത്തിൽ തന്നെയല്ല മുറിവ്, പൂട്ടിയിടാനും പറ്റില്ല. ആളെ എങ്ങടും പോവില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കുണ്ടെങ്കിൽ നമ്മുടെ കൂടെ മാത്രം, നമ്മളുടെ കൂടെ അവിടേക്ക്. ഇപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാൻ നിൽക്കുക, അപ്പൊ ഇവിടെ വരെ വരും. എന്നിട്ട് ഞങ്ങളെ നോക്കി നിൽക്കും, എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കയറി വരില്ല. പേടി കടന്നു ആൾക്കേ. ചാർലിയാണ് പെട്ടത് ശരിക്ക്. ചാർലിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു. അല്ല, നായ്ക്കൾ അങ്ങനെ ഇനിയാണ് വളർത്തേണ്ടത്. നമ്മൾ വീട്ടിലുള്ള നായ്ക്കളെ നമ്മൾ തോന്നിയ പോലെ അയച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻകാർ നമ്മളാണ് കുറ്റക്കാർ. പുറമെയുള്ളവരെ പോയി കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് കുറ്റക്കാരേ. അതുകൊണ്ട് ആരാണ് നായരുടെ ഉടമസ്ഥൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് കുറ്റക്കാർ. ഇങ്ങോട്ട് വാ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ദോഷങ്ങളെന്ന് പറയാനായിട്ട് അങ്ങനെ ഇല്ല. ദോഷം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുടെ അടുത്ത് മെറ്റീരിയലും 18,000 എത്ര കൂടെ പണിക്കൂലൊക്കെ 70 കൂട്ടിക്കോ. അത്ര മറ്റേ പെയിന്റിങ് അതൊക്കെ കൂടി നിൽക്കില്ല. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പണിയാണെങ്കിൽ വേറൊരാൾ പണിയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കേണ്ടത്. ഇത് പല വലിപ്പത്തിൽ ചിലർ പറയും ഇത്രയ്ക്ക് ഉയരത്തിലാണ്, സജീവിൻ്റെ അടുത്ത് ഇത്രയ്ക്ക് ഉയരത്തിലാണ്. സജീവന് അതുകൊണ്ട് ഇത്തിരി അധികം പൈസ അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഇത്രയുള്ളല്ലോ, ഞങ്ങളുടെ അവിടെ നിന്നിട്ട് ഇത്ര അങ്ങനെ തോന്നിക്കരുത്. 1 മീറ്ററിന് ഇത്ര വെച്ചിട്ടാണ്ട് വരും. അത് നിങ്ങൾക്ക് ഇത് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമേഷിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും പറയും. പിന്നെ അതുമാത്രം മറ്റുള്ള ജില്ലകളിലെ അകലങ്ങളിൽ പോയിട്ട് പണിയാനായിട്ട് അവന് പണിക്കാരില്ല, അതൊരു കുഴപ്പം. പിന്നെ അവൻ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മനോഹരമായിട്ട് ഇവിടെ ഡ്രസ് വർക്ക് അവൻ ചെയ്തിട്ടുണ്ട്. അത് ആ വർക്കിന് മെയിനായിട്ടുള്ളത് ഇത് ഒരു സൈഡിലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റല്, ഈ ടൈപ്പ് മെറ്റല് എപ്പോഴും ഉപയോഗമുള്ളതല്ല, ആവശ്യമുള്ളതല്ല. അതായത് എല്ലാ സ്ഥലത്തും ഇല്ല. അതായത് കനം കുറഞ്ഞിട്ടുള്ള ഇതിന്റെ ഉപയോഗം വളരെ കുറവാണേ. ഇതിന് ഗേജ് ഇത് കുറവല്ലേ, വണ്ണം കുറവല്ലേ. വണ്ണം കുറവായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ആവശ്യമില്ല, ഇതുകൊണ്ട് ഉപയോഗമില്ല. അതെ, ഈ സാധനത്തിനുണ്ട ഇതിന് ആവശ്യം വളരെ കുറവാണ്. കണ്ട ഇത്ര വീതിയുള്ള സാധനത്തിന് ആവശ്യം കുറവാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. അത് ഈ തിരുമ്പ് അറ്റത്താണല്ലോ ഇത് പിടിപ്പിക്കുക. അതുകൊണ്ട് ഇനി നമ്മൾ ഇനി ഇവിടെ ഭംഗിയാവണമെങ്കിൽ ഈ റോഡ് വൃത്തിയാക്കണം. ഈ റോഡ് നാളെ വൃത്തിയാക്കും. റോഡ് വൃത്തിയാക്കാൻ ഈ പന്തലിടാനായിട്ട് അവിടെ ആ പറമ്പിൽ കൊണ്ടിട്ട് ഇവിടെ ഈ ചവറ്, ഇനി ഇവിടെ ചവറിടുന്ന പ്രശ്നമേ ഇല്ല. നീറ്റാക്കിട്ട് ഇവിടെ ചെടികൾ വെക്കാനാണ് പോണത്. ഞാൻ ഈ രണ്ടറ്റത്തും ചെടികൾ വെക്കും. ഇവിടെ അറ്റം വരെ എന്തെങ്കിലും മറ്റേ പ്ലാന്റ്സ്, ലീഫി പ്ലാന്റ്സ് ഇല്ലേ, ഇങ്ങനെ ഇവിടെ തണല എപ്പോഴും അങ്ങനെ വെയിലുണ്ടാവില്ല ഈ രണ്ട് സൈഡും. അപ്പോൾ അത് വെക്കാനാണ് പ്ലാൻ ചെയ്താണുള്ളത്. പറ്റുന്ന ഷെയ്ഡിൽ വളരണ പോലത്തെ ചെടികൾ, നിറയെ ഇലകളായിട്ട് വരുന്ന ചെടികളിൽ അത് നിറച്ച് രണ്ട് സൈഡിലും വെക്കാനാണ് വിചാരിക്കുന്നത്. നമ്മൾ സരിതയുടെ ആഗ്രഹമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ അങ്ങനെ ഒരു വേലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ബാക്കിൽ ഒരു 27 അടി നീളത്തിലാണ് ഒരു വേലി പണിതത്. അതിനുശേഷം നമ്മുടെ കണ്ടപ്പോൾ തുടങ്ങിയാണ് ചേട്ടന് ഇവിടെ മുഴുവൻ ഇതിങ്ങനെ വെച്ചാൽ ഭയങ്കര നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കേൾക്കാത്ത പോലെ നിന്നു. അത് കഴിഞ്ഞ് സജീവം വെച്ചപ്പോൾ പിന്നെ വീണ്ടും തുടങ്ങി. പക്ഷേ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കണ്ട. അല്ല, അവസാനിക്കാത്തത് മാത്രമല്ലല്ലോ, ആ ആഗ്രഹം പൂർത്തീകരണം പറഞ്ഞാൽ മാക്സിമം ലെവലിലെത്തി. നമ്മുടെ വീടിൻ്റെ ചുറ്റും ഈ സാധനം അവിടെ വരെത്തി എന്നുള്ളതാണ് രസം. ഇന്നലെ ആട്ടെ ഇതിൻ്റെ ഗേറ്റിൻ്റെ പണിക്ക് കഴിഞ്ഞവർ പോയി. അപ്പം ഇന്നലെ എൻ്റെ അടുത്ത് ചേട്ടൻ പറയാം, എനിക്കിന്ന് എൻ്റെ ജീവിതത്തിലത്തെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അതെ. അവൻ ഞാൻ ചോദിച്ചാൽ എന്താ, എനിക്കിതിൻ്റെ കാര്യം ഓർമ്മ തന്നെയില്ല. എന്താ പറയാം, നമ്മുടെ വീട് ഇപ്പം നല്ല സെക്യൂരിറ്റി, നല്ല സേഫ്റ്റി ഫീൽ ചെയ്യും. അതെ, ഇത് പണി കഴിഞ്ഞ കാരണമുണ്ട്. ഇത് ഭയങ്കര സംഭവം നല്ല ചാടി കിടക്കാനും അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു തട നമ്മളിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ പേര് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ കാശല്ല പാവങ്ങൾക്ക് കൊടുത്തൂടെ,
ഇങ്ങനെ ദൂർത്തടിക്കണ സമയം എന്നൊക്കെ ചോദിക്കുന്നു കമൻസ്. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണമാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല സാധാരണ പോലെ ഒരു. ഇപ്പൊ യൂട്യൂബല്ല വേറെ എന്തെങ്കിലും ജോലിയായിട്ട് നമുക്ക് നന്നായിട്ട് വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും, എന്നാലും നമ്മൾ ഇതൊന്നും ചെയ്യില്ല. മനസ്സിലായോ ചേട്ടന്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ ഇവിടെ ഇതും കൂടി ചെയ്താൽ ഭംഗിയാവും, അങ്ങനെ നമുക്ക് ഭംഗിയാക്കാം എന്നുള്ളത് ഇങ്ങനെ ആളുകൾ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പം മാറ്റങ്ങൾ സംഭവിക്കണം. അത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് അത് വീഡിയോയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക, ഒരു അഴകുണ്ടാവുക എന്ന് പറയില്ലേ. ഇനി എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്, നമ്മുടെ ആ കാണുന്ന ട്രീ ഹൗസ് അതൊരു 4-5 കൊല്ലായി ഒരു അസ്ഥിപഞ്ജരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു മര്യാദയ്ക്ക്, ഇങ്ങനെ ആക്കിയിട്ട കാരണേ. പക്ഷെ ഇനി കുറച്ച് പൈസ അല്ലേ നമ്മളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ, നിസ്സാരമായ കുറച്ച് കാശ് ചെലവഴിച്ചുകൊണ്ട് വെറുതെ കേറി ഇരിക്കൽ മാത്രം, അങ്ങനത്തെ ഒരു ഇതാക്കണ വിധത്തില് താമസിയാതെ അത് നടപ്പിലാവുകയും പ്രാബല്യത്തിൽ വരികയും. അതും കൂടി കഴിഞ്ഞിട്ട് ഇനിയും വേറെ ആഗ്രഹം ഉണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഇക്കൊല്ലില്ല, അപ്പൊ അടുത്ത കൊല്ലം ഉണ്ടാവോ? അടുത്ത കൊല്ലം ഉണ്ടല്ലോ. ഇതോട് കൂടിയിട്ട് കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ഇനി ഒരു പുരോഗമന പ്രവർത്തനമായിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. വീടല്ലേ മണ്ണിൽ കിടക്കല്ലേ. ഞാൻ ജഗതീരി ബോധം കടല അഭിനയിക്കാന്ന് വിചാരിച്ചായിരുന്നു. അത് അഭിനയ പുല്ലിലെങ്ങാനും വീണേ കുഴപ്പമില്ല, ഇത് ഇവിടെയാണോ വീണേ? അവ നിർത്തി. ഇനി ഞങ്ങള് ആ നമ്മുടെ ഇതിലത്തെ മ്യൂസിക്കില്ലേ, നമ്മുടെ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുള്ളത്തെ മ്യൂസിക് വെച്ചിട്ട് ഞാനും സരിതയും കൈ കോർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് അവിടെ വരെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ ആ മ്യൂസിക് എങ്ങനെയുണ്ട് ഞങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. നീ അറിഞ്ഞ ഞാൻ പെട്ടു.